ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു ലൊക്കേഷൻ ആണ് JVC എന്നുള്ളത്. കാരണം ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലവും ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടന്ന ദുബായിലെ ഒരു ഏരിയയാണ് JVC. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്? ഇതിനൊരൊറ്റ കാരണമുള്ളൂ. നമ്മൾ ദുബായിന്റെ മാപ്പ് എടുത്തിട്ട് 2 ഭാഗമാക്കി മടക്കിയാൽ അതിന്റെ സെന്റർ, ജിയോഗ്രഫിക്കലി സെന്റർ ഏരിയ ആണ് JVC എന്നുള്ളത്. നമുക്കിപ്പോ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിലും അൽ മക്തൂം എയർപോർട്ടിലേക്കാണെങ്കിലും ജുമൈറയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഡൗൺ ടൗണിലേക്കാണെങ്കിലും ഒക്കെ ഒരു ഈക്വൽ ഡിസ്റ്റൻസ്, നമുക്കൊരു 15 to 20 മിനിറ്റ്സ് കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് JVC. അത് മാത്രമല്ല ചുറ്റുഭാഗത്തും മെയിൻ ഹൈവേസ് ആണ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെസ്സ വരുന്നുണ്ട്, എന്റെ തൊട്ട് ബാക്കിലാണെങ്കിൽ നമുക്ക് അൽഖേൽ റോഡ് വരുന്നുണ്ട്, ഇങ്ങോട്ടേക്കാണെങ്കിൽ നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് സായിദ് റോഡ് വരുന്നുണ്ട്. സോ ഈ ഒരു 3 മെയിൻ ഹൈവേസിന്റെ തൊട്ട് നടുക്കിലാണ് ഈ ഒരു JVC ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ബൂമിംഗ് ആയിട്ടുള്ളതും. എന്നാൽ JVC ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ? അധിക പോപ്പുലേഷൻ കാരണം ഇപ്പൊ ആളുകൾക്ക് ട്രാഫിക് ആണ്. നമുക്ക് JVC ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്താൻ, ഹൈവേയിലേക്ക് എത്താൻ നമുക്ക് 20-30 മിനിറ്റ് ട്രാഫിക്കിൽ നിൽക്കണം. എന്നാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ, ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ളത് ഇതൊരു കോർണർ യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഹെസ്സ സ്ട്രീറ്റ്. നമുക്ക് ഈ എൻട്രി എക്സിറ്റിന്റെ തൊട്ടടുത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഈ പ്ലോട്ടിലാണ് ടൈഗറിന്റെ ഓറസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം 63 ഫ്ലോർ വരുന്ന ഒരു ബിൽഡിംഗ് വരുന്നത്. ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3 ബേസ്മെന്റ് വരുന്നുണ്ട്, ഒരു ഗ്രൗണ്ട് ഫ്ലോർ വരുന്നുണ്ട്, 4 പോഡിയം വരുന്നുണ്ട്, 4 ഫ്ലോർ ഓഫീസ് ബിൽഡിംഗ് വരുന്നുണ്ട്. സോ നമുക്ക് ഏകദേശം ഫസ്റ്റ് ഫ്ലോർ റെസിഡൻഷ്യൽ ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 10ാമത്തെ നിലയുടെ ഒരു എലവേഷനിലായിരിക്കും. സോ ഈ ഒരു 63 ഫ്ലോർ വരുന്ന ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു കോർണർ പ്ലോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് എക്സിറ്റ് ഹെസ്സയിലേക്ക് 2 മിനിറ്റ് കൊണ്ട് എക്സിറ്റ് ആകാൻ പറ്റും. പിന്നെ നമുക്ക് എന്തൊക്കെ വേണം? ഷോപ്പിംഗ് മാൾ വേണോ? JVCയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ സർക്കിൾ മാൾ ഇതിന് 2 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് വരുന്നത്. അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ, അപ്കമിംഗ് മെട്രോ സ്റ്റേഷൻ വരുന്നത് 4 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഇവിടെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. പിന്നെ ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ്, നമുക്ക് 70-30 പേയ്മെന്റ് ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് JVCന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ ബ്ലോക്ക് ആയി പോവാണ്. നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഒരു ബിൽഡിംഗിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് വരും, നമ്മുടെ വ്യൂ ബ്ലോക്ക് ആയി പോകും. പക്ഷേ ഈ ഒരു കോർണർ പ്ലോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഒബ്സ്ട്രക്റ്റഡ് വ്യൂ ആണ് കിട്ടുക. അങ്ങോട്ട് നോക്കിയാൽ കാണാൻ നമുക്കൊരു ഒബ്സ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ പ്രൈസ് ഭയങ്കര ഹൈ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് 2 കൊല്ലം മുന്നേ ഒരു 1 ബെഡിന് എത്രയായിരുന്നു പൈസ ഉണ്ടായിരുന്നു, അതേ പ്രൈസിനാണ് ഇപ്പൊ ടൈഗർ കൊടുക്കുന്നത്. അഥവാ ഒരു 1 ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 ലക്ഷം ദിർഹംസ് മുതലാണ്. സോ നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ യൂണിറ്റ്സ് മൊത്തം സോൾഡ് ഔട്ട് ആയി പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് സംസാരിച്ച് നമുക്കൊരു യൂണിറ്റ് ബുക്ക് ചെയ്യാം.